ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് ജനുവരി 15 എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്ലോഡ് ആവുന്നത് ഒന്നെങ്കിൽ ഇന്ന് 24 അല്ലെങ്കിൽ നാളെ 25 അതിന് ശേഷം പിന്നെ ഇന്ന് വരെ ലോങ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇതും അത്ര ലോങ് ഒന്നല്ല, ഒരു 7 മിനിറ്റൊക്കെ വരുന്നേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് തന്നെ ചോറിനുള്ള വെള്ളം വെച്ചിട്ടോ, പിന്നെ ചായ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു, അതിനുള്ള വെള്ളവും വെച്ചു. ഇപ്പോൾ ചായ കൂടി കുറച്ച് കൂടുന്നുണ്ട്. അപ്പോൾ ഇത് അപ്ലോഡ് ആവാൻ ലേറ്റ് ആയത് എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഇല്ലായിരുന്നു, നമ്മൾ ഏട്ടൻ്റെ നാട്ടിലായിരുന്നു. അവിടെ ഒരു ഹൗസ് വാമിങ്ങും പിന്നെ ഒരു ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കിലായിപ്പോയി കേട്ടോ. അപ്പോൾ ഇന്ന് അയലയാണ് കിട്ടിയത്. അയല മുഴുവൻ പൊരിക്കാനാട്ടോ ഉദ്ദേശിക്കുന്നത്, 2 ദിവസത്തേക്കാണ്. പിന്നെ ചമ്മന്തി അരയ്ക്കണം, പിന്നെ നമുക്ക് വേണ്ട പച്ചക്കറിയൊക്കെ എടുത്തിട്ട് ഇന്ന് വെക്കാനുള്ളതൊക്കെ എടുത്തിട്ട് കഴുകി അത് മഞ്ഞപ്പൊടീൻ്റെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരിയുമ്പോഴത്തേക്ക് ആ നല്ലോണം അയത്ത വിഷമൊക്കെ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ചോറിനുള്ള വെള്ളം തിളച്ചപ്പോൾ ആ തിളയ്ക്കുന്ന സമയം കേട്ടോ ഞാൻ എപ്പോഴും അരി കഴുകാൻ വേണ്ടി ഓടുക, ഒരു ഓട്ടമായിരിക്കും. അപ്പോൾ ഇത് സ്റ്റോറിൽ നിന്ന് ഈ വീഡിയോ എടുക്കുന്നതിന് ഒരു 2 ദിവസം മുന്നേ കിട്ടിയ അരിയാണ്. അപ്പോൾ അവർ തരുമ്പോൾ തന്നെ പറഞ്ഞിരുന്നത് നല്ല അരിയാണ്. ഇതിന് മുന്നേ കിട്ടിയ അരി തീരെ നന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ സ്റ്റോറത്തെ അരീൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ വേഗം വെന്ത് കിട്ടും. അപ്പോൾ ഇത് അധികം ഒട്ടിപ്പിടിക്കാത്ത അരിയാണ്. അത് കഴിച്ചപ്പോൾ മനസ്സിലായി അധികം ഒട്ടിപ്പിടിക്കാത്ത നല്ല അരിയാണ്. പിന്നെ അയല പൊരിക്കാൻ ഫസ്റ്റ് തന്നെ അയല പൊരിക്കാനുള്ള മസാല അയലയിൽ മസാല തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് ഇന്ന് എന്താണ് ഒരു സ്പെഷ്യലൊന്നുമില്ല, ഒരു 2-3 ചെറിയുള്ളി, 2 വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതെ ക്രഷ് ചെയ്തിട്ടാട്ടോ ഇട്ടത്, മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ എപ്പോഴും ചെയ്യുന്ന പോലെ വെളിച്ചെണ്ണയിൽ മിക്സാക്കിട്ടോ. വെള്ളം ഒഴിച്ച് മിക്സാക്കേണ്ട ആവശ്യമില്ല എന്നാണ് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മീൻ കഴുകി വെച്ച വെള്ളം, മീൻ കഴുകിയാലും അതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവുമല്ലോ. പിന്നെ നമ്മൾ ഈ മസാലയിലും കൂടെ കുറേ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ആക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് എന്നാട്ടോ എനിക്ക് തോന്നുന്നത്. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ എപ്പോഴെങ്കിലും മടി തോന്നിയാൽ മാത്രമേ ഉള്ളൂ വെള്ളം കൂട്ടി മിക്സ് ആക്കുക. പിന്നെ അത് ഈ മസാല തേച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മസാല തേച്ചിട്ട് അപ്പം തന്നെ പൊരിക്കുന്നതും ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് പൊരിക്കുന്നതും തമ്മിൽ നല്ല ടേസ്റ്റ് വ്യത്യാസമാണ് കേട്ടോ, ചെയ്യുന്നവർക്ക് അറിയാം. പിന്നെ ചമ്മന്തിക്കുള്ള തേങ്ങയൊക്കെ ചിരവി വെച്ച് അതിന് കുറച്ച് തേങ്ങ എടുത്ത് മാറ്റിയിട്ടോ. അപ്പോൾ ഇന്ന് ഓംലേറ്റ് പൊരിക്കുന്നുണ്ട്, പിന്നെ ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഉപ്പേരിയിലേക്ക് കുറച്ച് ഇതിടാമെന്ന് വിചാരിച്ചിട്ടോ തേങ്ങ. അപ്പോൾ ഞങ്ങളിവിടെ കോഴിക്കോട്ടുകാർക്ക് അങ്ങനെ തോരൻ എന്നൊന്നും നമ്മൾ പറയില്ല കേട്ടോ. തേങ്ങ ഇട്ടതിന് അവിടെയൊക്കെ തോരൻ എന്നല്ലേ പറയാം. നമ്മളെപ്പോഴും ഉപ്പേരി എന്ന ഒറ്റ വാക്കിൽ, മേക്ക് പുരട്ടി അങ്ങനെയൊന്നുമില്ല, തോരൻ എന്നൊന്നുമില്ല, ജസ്റ്റ് ഉപ്പേരി മാത്രം. അപ്പോൾ ഈ ചമ്മന്തിക്ക് തേങ്ങയിലേക്ക് 2 ചെറിയുള്ളി, 1 വെളുത്തുള്ളി, 1 പച്ചമുളക്, പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടേ ഉള്ളൂ കേട്ടോ. 1/2 ടീസ്പൂൺ മുളക് പൊടിയേ ഉള്ളൂ. അത് ഒരു 2-3 അല്ലി കറിവേപ്പിലേൻ്റെ ഇലയും ഇട്ടിട്ടുണ്ട്. പിന്നെ കൂടുതൽ ഇട്ടത് ഉണക്കമുളകാണ്. ബട്ട് ഈ വീഡിയോയിൽ അത് വന്നില്ല എന്നേ ഉള്ളൂ കേട്ടോ. ഉണക്കമുളകാണ് ഒരു 10ഓളം ഉണക്കമുളക് ഇട്ടിട്ടുണ്ട്. പക്ഷേ വീഡിയോ അത് എടുത്തത് കിട്ടിയില്ല കേട്ടോ, ആ എടുത്തത് വിട്ടുപോയി. പിന്നെ ജസ്റ്റ് നമ്മൾ ചമ്മന്തി അരയ്ക്കുമ്പോൾ എപ്പോഴും നല്ലോണം അരയ്ക്കുന്ന മാതിരി എടുക്കരുത്, ക്രഷ് ചെയ്തിട്ട് പൾസ് ചെയ്തിട്ട് നമ്മളെ ബാക്കോട്ട് മിക്സിയിൽ പൾസ് എന്ന് പറഞ്ഞ ഇതുണ്ടാവില്ലേ, അതിലങ്ങോട്ട് ചെയ്ത് അടിച്ച് ക്രഷ് പോലെ അങ്ങനെ കിടക്കണം, തരി പോലെ. അങ്ങനെയാണ് ടേസ്റ്റി എന്നാട്ടോ എനിക്ക് തോന്നുന്നത്. ഞാനിങ്ങനെയാണ് ചെയ്യാറ്. എപ്പോഴും വിചാരിക്കും വേറെ രീതിയിൽ ചമ്മന്തി അരയ്ക്കണമെന്ന്, പക്ഷേ ഏട്ടന് നല്ല എരിവുള്ളതാണ് ഇഷ്ടം. അപ്പോൾ എനിക്കിങ്ങനെ അരയ്ക്കാൻ അറിയുള്ളൂ. അപ്പോൾ ഞാനിത് തന്നെയാണ് ചെയ്യാറ്. പിന്നെ ഉപ്പേരിക്ക് 1 ക്യാരറ്റും പിന്നെ 2-3 ബീൻസും ആണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് അത് ചീത്തയാവുന്നതിന് മുന്നേ അതങ്ങോട്ട് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് മാഗി ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിയതാണ്. അപ്പോൾ എപ്പോഴും ഈ വീഡിയോ എടുക്കുന്നതിന് 2 ദിവസം മുന്നേ മാഗി കഴിച്ചു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു എപ്പോഴും ഇങ്ങനെ മാഗി സ്ഥിരമാക്കണ്ട, ഇതങ്ങോട്ട് ഉപ്പേരി വെച്ചേക്കുന്നത്. അപ്പോൾ അത് ഉപ്പേരിക്ക് അങ്ങോട്ട് അരിഞ്ഞിട്ടോ. പിന്നെ എനിക്കിങ്ങനെ ഉപ്പേരി അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമല്ല കേട്ടോ. എനിക്കിഷ്ടം വെണ്ടക്ക ഉപ്പേരിയാണ്. അപ്പോൾ ഇത് ഒഴിവാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഉപ്പേരിക്ക് അങ്ങോട്ട് അരിഞ്ഞേ ഉള്ളൂ. പിന്നെ ഞാൻ ഇങ്ങനെ മിക്സ് ആക്കിയത് എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ നമ്മുടെ മമ്മാസ് കിച്ചണോ ആ ചാനലിൽ പോയി അവർ മിക്സഡ് ഉപ്പേരീസ് അധികം ഉണ്ടാക്കുക. അപ്പോൾ അത് കണ്ടിട്ട് എനിക്ക് ഇഷ്ടമായിട്ട് ഞാൻ അങ്ങനെ ചെയ്തതേ ഉള്ളൂ കേട്ടോ, കുറച്ച് മിക്സ് ആക്കിയിട്ട്. അല്ലാണ്ട് ഞാനിങ്ങനെ വെക്കാറില്ല, ഏതെങ്കിലും ഒരു ഐറ്റം മാത്രമേ ഇടാറുള്ളൂ. പിന്നെ അതിലേക്ക് എടുത്ത് വെച്ച ആ തേങ്ങയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഒക്കെ ഞാൻ ഒപ്പരാണ് ഇട്ടത്. ഫുൾ പച്ചക്കറി സെപ്പറേറ്റ് വഴറ്റാനൊന്നും നിന്നിട്ടില്ല, അതിലും ഒപ്പരം അങ്ങോട്ട് ഇട്ടു. പിന്നെ മുട്ട പൊരിക്കുന്നതിലേക്ക് 1 പച്ചമുളക്, 2 മുട്ട എടുത്തിട്ടുണ്ട്, 1 പച്ചമുളക്, ആ ഉള്ളീൻ്റെ ഉപ്പേരിക്കെടുത്ത ഉള്ളീൻ്റെ പകുതി ഉള്ളി ഇതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. അത് പിന്നെ കുറച്ച് തേങ്ങ
ജസ്റ്റ് നത്തിങ് സ്പെഷ്യൽ. കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ബട്ട് ഞാൻ കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടില്ല കേട്ടോ, എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ്. മീൻ പൊരിക്കുന്നതിൽ നമ്മൾ കുരുമുളക് പൊടി ഇട്ടാൽ ടേസ്റ്റ് കൂടും. ബട്ട് ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഒക്കെ ഇട്ടിട്ട് നല്ലോണം കലക്കുക. കണ്ടോ, അതിൽ സ്പെഷ്യലായിട്ട് ഇടുന്നത് തേങ്ങയാണ്. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ പൊരിക്കുന്നത്, തേങ്ങ ഇട്ടിട്ട്. പിന്നെ നമ്മുടെ ദോശക്കല്ലിൽ ആണ് കേട്ടോ, എൻ്റെ അടുത്ത് വേറെ പാൻ ഇല്ല. അതുകൊണ്ടാണ് ശരിക്കും നമ്മൾ ഇങ്ങനെ പറയുന്ന കേൾക്കുക, ദോശ ഉണ്ടാക്കുന്ന കല്ലിൽ വേറെ ഒന്നും ഉണ്ടാക്കരുത് എന്നാണ്. ബട്ട് എൻ്റെ അടുത്ത് വേറെ ഒരു പാൻ ഇല്ല, അതുകൊണ്ട് മാത്രം കേട്ടോ ഞാൻ ഇതിൽ മുട്ട പൊരിക്കുന്നത്. പിന്നെ നല്ല വലുതായിട്ട് കിട്ടുമല്ലോ. മറ്റേ എൻ്റെ അടുത്ത് വേറെ ഒരു പാനുണ്ട്, ഉപ്പേരി വെച്ച ആ പാനില്ലേ, അതിൽ ആണെങ്കിൽ വട്ടം കുറച്ച് കുറഞ്ഞു പോകും. അപ്പോൾ ഇതൊരു ഭംഗിക്ക് ഇരുന്നോട്ടെ വിചാരിച്ചിട്ടാട്ടോ ഇതിൽ ചെയ്തേ. പിന്നെ ഉപ്പേരി അല്ല, ഓംലേറ്റിൻ്റെ മോൾ ഭാഗം നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഒഴിച്ച പാട് നമ്മളത് മൂടി വെക്കുന്നത് നല്ലതാട്ടോ. പിന്നെ കുരുമുളക് പൊടി ഇടുകയാണെങ്കിൽ ഇത് മൂടുന്നതിന് മുന്നേ ആ ഹാഫ് വേവ് തന്നെ ആ കുരുമുളക് പൊടി ഇട്ടാൽ അത് നല്ലോണം അതിൽ സെറ്റായി കിട്ടും. അങ്ങനെ ഓംലേറ്റും പൊരിച്ചു. പിന്നെ മീൻ പൊരിക്കുന്നത് കുറേ നേരം കഴിഞ്ഞിട്ടാട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ തീർന്നു പോയിരുന്നു. പിന്നെ ഏട്ടൻ വരുമ്പോൾ വെളിച്ചെണ്ണ കൊണ്ടുവന്ന് അങ്ങനെയാട്ടോ ഞാൻ മീൻ പൊരിക്കുന്നത്. ഞാൻ മീൻ പൊരിക്കാൻ വേണ്ടി വെളിച്ചെണ്ണ വാങ്ങാൻ വേണ്ടി പോയി. അപ്പം ഞാൻ നായിനെ കണ്ട് പേടിച്ചിട്ട് വീട്ടിൽ തന്നെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു, എന്നാൽ ഞാൻ വരുമ്പോൾ കൊണ്ടുവരാമെന്ന്. അങ്ങനെ ഏട്ടൻ വരാൻ നേരത്താണ് മീൻ പൊരിക്കുന്നത്. ബാക്കി എല്ലാ ജോലിയും കഴിഞ്ഞു. മീൻ പൊരിക്കുന്നത് മാത്രമല്ല, ഏട്ടൻ വന്നതിന് ശേഷം ഞാൻ തക്കാളിക്കറി ഉണ്ടാക്കുന്നത്. നമ്മൾ അതിൽ തക്കാളി എടുത്ത് വെച്ചിട്ടില്ലേ, അതുകൊണ്ടൊരു കറിയും ആക്കിയിട്ടുണ്ടായിരുന്നു. ബട്ട് അത് വീഡിയോയിലില്ല കേട്ടോ, വന്നിട്ടില്ല. അതിൻ്റെ വീഡിയോ പിന്നെ എടുക്കാൻ എനിക്ക് മടിയായി പോയിട്ടാണ്. തക്കാളി കറി ഉണ്ടാക്കി പകുതി ആയപ്പോഴാണ് വീഡിയോ എടുക്കേണ്ട കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ ഇതൊക്കെ ആയിട്ട് നമ്മൾ ഇന്നത്തെ വിഭവങ്ങൾ കൂട്ടി ഞങ്ങൾ